തോട്ടി എടുത്തിട്ട് ചക്ക പറിക്കാൻ പോവാ. ചക്ക പറിക്കാൻ പോവാ. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ചക്ക പറിക്കണ കാര്യമാണ്. ചക്ക ലാസ്റ്റ് ചക്കയാണ് ഇക്കൊല്ലത്തെ, ഇനിയിപ്പോൾ കിട്ടാണ്ടാവില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സന്തോഷമാണ്. ചക്ക കൂട്ടാൻ ഉണ്ടാക്കുക, ചക്ക പഴുപ്പിച്ചതൊക്കെ പറിച്ച് കഴിക്കുക എന്നുള്ളത്. ഇതിലിപ്പോൾ 2 എണ്ണം ഇടണം എന്നാണ് ആഗ്രഹം. കിട്ടുമെന്ന് അറിയില്ല. 2 എണ്ണം കിട്ടുകയാണെങ്കിൽ ഒന്ന് ചക്ക കൂട്ടാൻ ഉണ്ടാക്കണം, ഒന്ന് ചക്ക പഴുപ്പിക്കാനും വെക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. നിങ്ങളൊന്നും കാണൂല. ചക്ക മുറിക്കുന്നത് സുഹൃത്താത്തയാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യത്തിനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള സഹായത്തിനുള്ള ആളാണ്. അപ്പോൾ ചക്ക മുറിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആളൊന്ന് പിന്നാക്കം നിന്നു. ആളെ പിന്നെ കാണിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് ചക്ക മുറിക്കാൻ വന്നത്. ചക്കക്കൂട്ടാൻ്റെ കൂടെ നല്ല ഉണക്കൽ മാന്തൾ മുളിയാറ് കറി, അത് നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കണേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അകത്ത് ഗംഭീര കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഗംഭീര കളിയാണ്. എനിക്ക് തോന്നുന്നു ഓണാഘോഷക്കളികൾ ഇവിടെ നടക്കുന്നതെന്ന്. കാരണം ലെമൺ സ്പൂണ്, മ്യൂസിക്കൽ ചെയർ, അങ്ങനെ കുറേ പരിപാടികൾ നടത്തുന്നുണ്ട് ഇവർ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൈസിന് ബിസ്ക്കറ്റ്, പിന്നെ ലെമൺ ജ്യൂസ്, ഉപ്പുവെള്ളം, മുളക് വെള്ളം, അങ്ങനെയാണ് പ്രൈസുകളൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ മ്യൂസിക്കൽ ചെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓടല്ലേ
ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ബിരിയാണിയാണ്. സാധാരണ ബിരിയാണിയല്ല. അതിന് വേണ്ടിയിട്ട് ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചിക്കനിലും ചെയ്യാം. ഇതിന് ബീഫിൽ അല്പം മസാലകൾ മാരിനേറ്റ് ചെയ്തിട്ട് പിന്നെ അത് വേവിച്ചെടുക്കുകയാണ്. കപ്സ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മാഗി ക്യൂബ്, അല്പം കുരുമുളക് പൊടി, 2 മണി കുരുമുളക്, അല്പം പട്ട, ഗ്രാമ്പ്, ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അരി 2 കിലോന് എടുത്തിട്ടുണ്ട്. സാധാരണ ബിരിയാണി അരി അല്ല, കപ്സൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിയിലെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുസമ്പിയാണ്. മുസമ്പിയുടെ തൊലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ റൈസ് വേവിക്കുന്ന വെള്ളത്തിൽ. പിന്നെ അല്പം പട്ട, ഗ്രാമ്പ്, ഏലക്കായ, സൺഫ്ലവർ ഓയിൽ, ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കണം. അതും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അതിന് 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 3 എണ്ണം ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന പോലെ വറുത്ത് കോരിയെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരി, പിന്നെ കുറച്ച് ക്യാരറ്റ്, കറിവേപ്പില, ഇത്രയും വറുത്ത് കോരിയെടുക്കണം. പിന്നെ സെയിം ഓയിലിൽ നമുക്ക് ബാക്കി 3 സവാള സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ വഴറ്റിയെടുക്കും. ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 2 ടൊമാറ്റോ, പിന്നെ 2 ടൊമാറ്റോ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കപ്സ മസാല, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച സവാള ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം മാറ്റി വയ്ക്കണം കേട്ടോ, ദമ്മിടുമ്പോൾ മേലെ ഇട്ട് കൊടുക്കാൻ. വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും മുസമ്പി ജ്യൂസും ഇട്ട് കൊടുക്കണം. 2 മുസമ്പിയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/2 ലെമണും. അപ്പോൾ മുസമ്പിയുടെ കുറച്ച് ജ്യൂസ് ബാക്കി വയ്ക്കണം നമ്മൾ ദമ്മിടുമ്പോൾ മുകളിൽ ഇട്ട് കൊടുക്കാൻ. പിന്നെ പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് ദമ്മിടാം. ദമ്മിട്ടിട്ട് അതിൻ്റെ മുകളിൽ അല്പം ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിലാണ്. പിന്നെ ഫുഡ് കളറോ, അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. എന്തായാലും നമ്മുടെ കാബിരി റെഡിയായി വരട്ടെ ദമ്മൊക്കെ ആയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് പുറത്തൊന്ന് പോയി നോക്കാം ഇവരെന്താ ചെയ്യുന്നത് എന്ന്. കാബിരിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരേക്കും. അസ്സലാമു അലൈക്കും.